അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു പേജ്. അടുത്ത പേജിൽ അതിൻ്റെ ബാക്കി ഭാഗം. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കുകൾ, പേജിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിംഗ് ലിങ്ക് കൊടുക്കണം, ഏതൊക്കെ വീഡിയോ കാണുന്ന ലിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗുകളുടെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസ് കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രനാസുന ആദ്യമേ തന്നെ പറയാം, ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. 2 ദിവസമായി. ഈ ഇടയ്ക്കൊന്നും ശബ്ദം തുറക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളതാണ്. അപ്പോ രനാസുനയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ് സംസാരം. ഞാൻ അന്നേ പറഞ്ഞു, ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് വലിയ തെറ്റാണെന്നൊന്നും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ തെറ്റൊന്നുമില്ല. ആ സബ്സ്ക്രിപ്ഷനകത്ത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തോ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് താങ്കൾ അതിനകത്ത് കൊടുക്കുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും താങ്കൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. താങ്കൾ ഒരു മോശപ്പെട്ട സ്ത്രീയാണോ, അതല്ല നല്ലൊരു സ്ത്രീയാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് ആ സബ്സ്ക്രിപ്ഷനകത്ത്, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തു വരുന്നവർക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ കാണിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ബാക്കിയൊക്കെ എന്നുള്ളത്. ഇപ്പോ ഈ പറയുന്ന രനാസുനയുടെ ഈ പറയുന്ന പെയ്ഡ് സബ്സ്ക്രിപ്ഷനകത്ത് വരുന്ന വീഡിയോസ്, അവരുടെ ഷോ, പിന്നീട് ഈ പറയുന്ന പോസ്റ്റുകൾ, ഇതൊക്കെ എല്ലായിടത്തും പിന്നീട് അവൈലബിൾ ആണ്. എല്ലാവരും, കാരണം ക്യാഷ് കൊടുത്ത് പോയി കാണുന്നവൻ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അതിനകത്ത് പോയി സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്, ഈ പറയുന്നുണ്ട് എന്താണ്, പിന്നീട് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവൻ ഇതിനകത്ത് പുറത്ത് വിടുന്നുകൊണ്ട് അതിനെ ആരെയും കുറ്റം പുറത്തുവിടുന്ന ഒരു കാര്യമില്ല. എന്ത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാ പറഞ്ഞത്. മാനം വിറ്റാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് പോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രനാസുനയെ നാറത്തുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ശല്യപ്പെടുത്തരുത്. ഈ പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അവിടെ ചെന്ന് തുണിയൊക്കെ എന്തോ വെച്ചിട്ട് അവിടെ കിടന്ന് എന്തോ ആണ് പുറത്ത് കൊണ്ടുവരരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, ഞാൻ പറയാമെന്നതല്ല. അപ്പോ ഈ രനാസുനയുടെ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനകത്ത് വരുന്ന കണ്ടന്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ കാണിക്കാൻ പറ്റാത്ത ലെവലിൽ അമ്മേനെ തൂരി ഉരിഞ്ഞു പോയി. ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണോ എന്ന് പോലെ തോന്നിപ്പോയി. കൃത്യമായിട്ട് ലിറ്ററലി എന്താ പറയുന്നത്, ശരീര പ്രദർശനമാണ്. ലിറ്ററലി ഇതെന്തോന്ന് എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ, അതായത് ഒരു 3rd ക്ലാസ് ഐറ്റം. അതായത് നമ്മൾ ലിറ്ററലി എന്താണ്, നമ്മൾ എന്താ പറയാ, അങ്ങനെ ഞാൻ പച്ച മലയാളത്തിൽ പറയും, ശരീരം വിറ്റ് ജീവിക്കുന്നവരുണ്ടല്ലോ. അതായത് നൈറ്റ്, രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവിടെയുള്ള ഈ ഞരമ്പന്മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന അത് തന്നെയാണ്, ലിറ്ററലി അത് തന്നെയാണ്. അത് രനാസുന തന്നെ പറഞ്ഞു, എന്താണ് സ്പെഷ്യലായിട്ട് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നത്. ഞാൻ ഇവിടെ കാണിക്കും പോലെ വയറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അത് തന്നെയാണ്, പക്ഷെ ഇവിടെ കാണിക്കുന്നതൊന്നും അല്ല അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇത് രാവിലെ തന്നെ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന രനാസുനയുടെ കണ്ടന്റുകൾ ഇപ്പോൾ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്നാണ് അറിവ്. കാരണം അത് പോൺ സൈറ്റിൽ ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റില്ല, ആ ലെവലിലായി. നമ്മുടെ യൂട്യൂബിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഏജ് റെസ്ട്രിക്ഷൻ ഒക്കെ വരും. മനസ്സിലായോ? മിക്കവാറും ചാനൽ വരെ അടിച്ചു പോകേണ്ട ചാൻസസ് ഉണ്ട്. 18+ ആണ് സാധനം. അതായത് ഫസ്റ്റ് ഇതിൽ ഈ പറയുന്ന ബ്രാ കാണിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. അതായത് ഇവിടെ ഒരു ബ്രാ ഉണ്ട്, ഈ ബ്രാ കാണിക്കുന്ന ഒരു സാധനമാണ് രനാസുന ആദ്യം പോസ്റ്റ് ചെയ്ത്. ഇപ്പൊ സത്യമായി ലിറ്ററലി ജട്ടി കാണിക്കുന്ന രീതി, ജട്ടിയാണോ അടിപ്പാവട എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉണ്ട്. ഫോൺ സൈറ്റുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. കാരണം ഈ ഒരു അടിപ്പാവട പോലത്തെ ഒരു സാധനം, ഞാൻ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ്, ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കേസ്, കാണാത്തവർക്ക് എന്തിനാണ്, നിങ്ങളെന്നും ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കാണുന്നവരല്ലേ, അവർക്ക് ഞരമ്പം പോയി കാണട്ടെ എന്നുള്ളതാണ്. ഇനി നിങ്ങളെ കണ്ടുവരും അതിന്റെ ഒരു എന്തുമാത്രം അശ്ലീലത അതിൽ നിറഞ്ഞിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ചെറിയൊരു സ്ക്രീൻഷോട്ട് മാത്രം, തലയും തേങ്ങയും കാണിക്കില്ല, ഞാൻ ഇവിടെ പറ്റുമെങ്കിൽ കൊടുക്കാം എന്നുള്ളതാണ്. അതായത് ആദ്യം എന്താണ്, ഈ ബ്രാ ഇങ്ങനെ കിടക്കുന്നു, ആ ബ്രാ കാണിച്ചിട്ട് ബ്രായിനെ ഇങ്ങനെ മാറ്റുന്നു. ഇപ്പോൾ അടിപ്പാവടയാണോ അത് ചട്ടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അണ്ടർവെയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെ ഇങ്ങനെ കാണിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ പൊക്കി മാറ്റുന്നു. നിങ്ങൾ കണ്ടോ, ഞാൻ അറിയാതെ വന്നതാണ് പൊക്കി. അതുമല്ല, ഈ വയറിന്റെ തമന്നയുടെ വയറ്, എന്റെ വയറിന്റെ ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന വയറ് താഴ്ത്തി ഇനി താഴ്ക്കാൻ ഇടമില്ല. അത്രയ്ക്ക് വയറ് താഴ്ത്തി പറയുന്ന പാവാട ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി താഴ്ത്തി കഴിഞ്ഞാൽ എല്ലാം വെളിയിലാവും. ആ രീതിയിൽ തൊലി ഉരിഞ്ഞു പോകും. ആ രീതിയിലാണ് രനാസുന അവിടെ ഈ പറയുന്ന കാണിക്കുന്നത്. അതുകൊണ്ട് എഴുതി വെച്ചോ, സബ്സ്ക്രിപ്ഷൻ ഇനി നല്ല മല പോലെ കയറും. കാരണം ഈ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിൽ
അന്നേ പറഞ്ഞവര് അഹാനേക്കാളും കൂടുതലാണ് ഇവർക്ക് ഉറപ്പല്ലേ. ഇത് കൂടി കാണിച്ചതിന്റെ അപ്പുറമായിട്ട് വരും. ഈ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിൽ ആർക്കാണ് സബ്സ്ക്രിപ്ഷൻ ഏറ്റവും കൂടുതലുള്ളത് മനസ്സിലാക്കിയോ, അവിടെ കൂടുതൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ, അവിടെ കൂടുതൽ ശരീര പ്രദർശനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ബ്രായായി, അടുത്ത ചട്ടിയായി, ഇനി അടുത്ത ഈ പറയുന്ന ഇതെല്ലാം ഊരി തുടങ്ങും എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട. ഇന്നത്തെ ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഒരു ഉളുപ്പില്ല. ഈ പറയുന്ന അടിപ്പാവടയാണ് ഇട്ടിക്കുന്നതാണ് ഈ തോന്നുന്നത്. അതിന്റെ അടിയിൽ കിടക്കുന്ന ആ സാധനം, ഒരു കറുത്ത സാധനം കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ നെഞ്ച് പച്ച വളർത്തുന്ന മുല ഇങ്ങനെ കുനിച്ചിരുത്തി കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുടി മാറ്റിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം വളരെ കൃത്യമായിട്ടായി. പിന്നീട് രണാസുനയുടെ ഈ പറയുന്ന സപ്പോർട്ടേഴ്സ് വരും, സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്നത് ശരിയാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷെ ജീവിക്കുന്നത് തുണി അകത്തിട്ടാണ് എന്നങ്ങ് സമ്മതിച്ചാൽ മതി. തുണി അകത്തിട്ടാണ്, തുണി കാണിച്ച് എന്റെ ശരീര പ്രദർശനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേറെ വകുപ്പില്ല. ഞാൻ ഈ കാറ്റഗറിയാണ്. നീയൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പൈസ ഉണ്ടാക്കും. അത് എങ്ങനെയൊക്കെയാണ് തങ്കച്ചണ്ണ ഇതൊക്കെ കാണുന്നുണ്ടോ സ്വന്തം മകൾ? മനസ്സിലായോ? ഇതാണ്. ഇനി നിങ്ങളുടെ ഒരു കാര്യം പറയും, എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കത്തുള്ളൂ. അത് അവള് എന്താണ് തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഇനി വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ എസ്മെ പോലുള്ള ഏതെങ്കിലും അവസാനം ചെന്ന് നിൽക്കുന്ന സ്ഥലം ഇപ്പോഴേ എഴുതി വെച്ചോ, എസ്മെ പോലുള്ള ഏതെങ്കിലും വെബ് സീരീസിൽ ഈ പറയുന്ന അഭിനയിക്കുന്നതായിട്ട് കാണും. വെബ് സീരീസ്, അഡൾട്ട്സ് ഓൺലി വെബ് സീരീസിൽ അഭിനയിക്കുന്ന ആൾക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ വിളിച്ചാലും വേണമെങ്കിൽ പോകും, പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ പോകുന്ന എന്റെ ഒരു കാരണം. ഇതിപ്പോ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് 1-2 ദിവസമുള്ളൂ. ആ സമയത്ത് തന്നെ ഈ രീതിയിൽ ശരീര പ്രദർശനം, അടിയിലുള്ള അടിവസ്ത്രം പോലും കാണിച്ചുകൊണ്ട്, ആദ്യം മേളിലായിരുന്നു, പ്രായമായി ഇപ്പൊ ഒരു അടിയിലുള്ള അണ്ടർ ഗാർമെന്റ്സ് വരെ കാണിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന എന്താണ് പിന്നീട് ഫോട്ടോസ്, വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് തുടക്കമാണ്. ഇനിയിപ്പം ഈ ആൾക്കാർ കൂടുന്തോറും ഇത് കാണുമ്പോൾ ആൾക്കാർ കുറെ ആൾക്കാർ കയറും. അപ്പൊ ഇതിന്റെ ഒരു രസം പിടിച്ച് കൈവിട്ടു. ഇനി അങ്ങനെ തന്നെയാണ്, ആ കാറ്റഗറിയിൽ കണ്ടാൽ മതി, ഇനി എന്തോ ആടിക്കൊണ്ട് ഫോട്ടോ എന്ന് കരുതിയാൽ മതി എന്നുള്ളതാണ്. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ആ സബ്സ്ക്രിപ്ഷനകത്ത് നിങ്ങൾ എന്ത് തേങ്ങ ചെയ്ത് പുറത്തു കൊണ്ട് ഇതുപോലുള്ള അനാവശ്യങ്ങളോ പറയാതിരിക്കുകയോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയാതിരിക്കുകയോ അഹങ്കാരം കാണിക്കാതിരിക്കുകയോ ചെയ്ത് നമ്മൾ കമാന്നൊരു അക്ഷരമുണ്ടല്ലോ, നീയായി നിന്റെ പാടായി എന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മളിതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുള്ളൂ. മനസ്സിലായോ? ഇനി ഈ പറയുന്ന ദ്വയാർത്ഥങ്ങൾക്ക് എതിരായിട്ടും കള്ള് ഷാപ്പിൽ വെച്ച് കള്ളിനെ പ്രൊമോട്ട് ചെയ്ത് ആ രീതിയിൽ റീലെടുത്തതിനായിട്ടും നമ്മുടെ ഡേവിഡ് ഈക്കോട്ട് അവൻ പോയി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബറാണ്. ആ ഒരു സാധനം ഞാൻ കേൾപ്പിച്ചു തരാം. അവർ കേസ് എടുത്തു, അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി, ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള ഷാപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പോൾ നമ്മുടെ സൂരജിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിൻ്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 25,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു, അത് 25,000 രൂപയായിട്ട് അദാലത്തിൽ വെച്ച് കുറച്ച് കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പാടില്ല എന്നുള്ള ലെവലിലാണ് ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലയിൻറ്റ് റിസീവ്ഡ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു പേജ്. അടുത്ത പേജിൽ അതിൻ്റെ ബാക്കി ഭാഗം. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കുകൾ, കേസിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിംഗ് ലിങ്ക് കൊടുക്കണം, ഏതൊക്കെ വീഡിയോ കാണുന്ന ലിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഷോപ്പിംഗ് ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസ് കൊടുത്തത്. അപ്പോൾ ഇന്നലെ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രേണുവിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട്. അതിനകത്ത് രേണുസുതി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. ഇവരുടെ പേരും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവരുടെ പേരും കൂടി വെച്ചിട്ടാണ് ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ 2 കേസ് ആയിട്ടുണ്ട്. ഇത് കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതല്ല, കേസ് ആയിട്ടുണ്ട്. ഒന്ന് സൈബർ സെല്ലിലും
അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ആൾക്കാരെ തെറ്റിക്കാൻ വേണ്ടി തിരിച്ചു വിടാൻ വേണ്ടി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതൊരു സ്ഥിരമായിട്ട് ഇതൊരു എന്താണ് പറയുന്നത്, ഇതൊരു നോർമലൈസ് ചെയ്തുകൊണ്ട് ഈ കുട്ടികളടക്കം കാണുന്നതാണ്. അതുകൊണ്ട് അതൊന്നും നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കംപ്ലൈന്റ് സൈബർ സെല്ലിലേക്കും പിന്നീട് എക്സൈസ് വകുപ്പിൽ, അതായത് ഈ പറയുന്ന എക്സൈസ് മദ്യം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പോയി റീൽ എടുക്കുക, എനിക്ക് തോന്നുന്നു സൂരജ് എന്ന് പറയുന്ന പുള്ളിക്ക് ഈ ഇടയ്ക്കായിട്ട് പിന്നീട് ഫൈൻ അടിച്ചിട്ടുള്ളൂ. അതിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും രണ്ടിലും കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പണി കിട്ടും എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഈ പറയുന്ന നീ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ തുണി അകത്ത് കാണിക്കുന്നതൊക്കെ നിന്റെ സബ്സ്ക്രിപ്ഷനകത്താക്കിക്കോ, ഒരു പ്രശ്നമില്ല. അതിനകത്ത് പോയി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ചെയ്യുകയോ കമ്പി വർത്തമാനം പറയുകയോ തുണി ഉരിഞ്ഞ് കാണിക്കുകയോ എന്തോണോ ചെയ്തു. അതിനെവിടെ ആരും ഒന്നും വെച്ചാൽ നിങ്ങൾ ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾ പെടുത്താം. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലായിട്ടുണ്ട്, ഇനി നിങ്ങളുടെ പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ ആയി. ഇനി അതാണ് ഞാനതാണ്, ഇനിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്താണ് എൻ്റെ സ്ഥായി ആയിട്ടുള്ള സ്വഭാവം അതാണ്. ഞാൻ അങ്ങനെയേ പോകുള്ളൂ, ഞാൻ അങ്ങനെയേ ജീവിക്കത്തുള്ളൂ. എനിക്ക് എങ്ങനെയും ഇപ്പൊ കിട്ടുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ എത്ര വൃത്തികെട്ട രീതിയിലായാലും എത്ര നാറിയിട്ടായാലും ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് പോയത് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മുൻപണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്ത മഞ്ജു പത്രോസ് ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂ എടുത്തതിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം. ഇത് ഞാൻ കണ്ടേക്കുന്ന ഈ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ സെലിബ്രിറ്റീസ് വരുമ്പോൾ കുറെ പേര് മാം ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിവിടെ വന്നപ്പോൾ ഒരു കൗതുകം ഉണ്ടായി തീർച്ചയായിട്ടും. പക്ഷെ അതിനുശേഷം പിന്നീട് വന്നത് ഞാൻ ഭയങ്കര അത് ഞാൻ റിവൈൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ ചോദിക്കുന്നത് എന്ന്? എന്ത് ധൈര്യമാണ് അങ്ങനെ സെലിബ്രിറ്റിനോടെന്നല്ല, ഒരു സ്ത്രീയോടോ ഒരു പുരുഷനോടോ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇതിപ്പോൾ എക്സ് ഓർ വൈ ആരോടും ആയിക്കോട്ടെ, ഞാൻ ഒരാളെയും ഉദ്ദേശിച്ച് തന്നെയല്ല പറഞ്ഞത്. ഞാൻ ആ പെർട്ടിക്കുലർ രീതികളെയാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിച്ചത്. അതിപ്പോൾ മഞ്ജു പത്രോസ് ആണെങ്കിലും രേണു സുധി ആണെങ്കിലും രോഹനാണെങ്കിലും ആരോടാണെങ്കിലും ഇത്തരം പ്രവണതകൾ നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്താണെന്നറിയാമോ, ഇത് ഭയങ്കര നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെയാണ് ഇത് വേണ്ടതെന്നുള്ളൊരു ധാരണ വരും. വളരെ കൃത്യമായിട്ടാണ് അവർ പറഞ്ഞതിൽ 100% ഞാൻ ചോദിക്കുന്നത്. കാരണം ഇതിപ്പോൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അതായത് കമ്പി വർത്തമാനങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓടി വന്ന് ഇവർ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് കിടക്കും. കാരണം അവർ ചോദിക്കുന്നതാണ് അത് ഒരു സ്ത്രീയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല, അങ്ങനെ അനുവദിച്ച് അത് സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ്, മനസ്സിലായോ? അതിന് നാണവും മാനവും ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മാനം വിറ്റ് ജീവിക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് എന്ത് ദ്വയാർത്ഥ പ്രയോഗം, എന്ത് മാന്യത, എന്ത് നാണക്കേട്, ഒന്നുമില്ല. ഞാൻ മാനം വിറ്റ് അല്ലെങ്കിൽ ഞാൻ ശരീരം വിറ്റ് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സ്ത്രീയോട് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. അതായത് പെയ്ഡ് സബ്സ്ക്രിപ്ഷന് തന്റെ തുണിയകത്ത് തന്റെ വയറും തന്റെ ശരീരഭാവങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പെണ്ണിനോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്ന മഞ്ജു പത്രോസെ, താങ്കളാണ് മന്ദബുദ്ധി. നമ്മളൊക്കെ ഇതുവരെ വിമർശിക്കുന്ന എന്തിനാണ്? നേരെ ആവട്ടെ എന്നുള്ളതാണ്, ഒരു തരത്തിൽ നേരെ ആവട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ നേരെ ആവത്തില്ല, എന്റെ ബേസിക് സ്വഭാവമേ ഇതാണ് എന്നിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100% അവള് ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ ഇതാണ്. മനസ്സിലായോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, എന്റെ സ്ഥായിയായ സ്വഭാവം ഇതാണ്, ഞാൻ ഇതല്ലേ എന്നിട്ട് അപ്പുറം ഉള്ളത് കാണിക്കും, എനിക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കിയാൽ മതി. എത്ര നാറിയ തരത്തിലും എന്താണ് ശരീരം വിറ്റായാൽ കൂടി ഞാൻ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്തേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്താണ്, ഞാൻ ഒരുപാട് പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്, ഒക്കെയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇനി ഒരു കാര്യം എഴുതിത്തരാം. ഈ പറയുന്ന രണാസുനയുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ കൗണ്ട് പട്ടേനെ കൂടും. കാരണം ആ രീതിയിലാണ് കണ്ടന്റുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഏതൊരു കിളവി ഒരു സാരി മരത്തിൽ ചുറ്റിയിട്ട് ആ സാരി ഒന്ന് മാറ്റി കാണിച്ചാൽ കൂടി അത് കാണാനും കൂടി ഇഷ്ടംമാതിരി ആൾക്കാരാണ്. അപ്പോൾ നാലാൾ അറിയുന്ന രണാസുന ഇങ്ങനെ തുണിയകത്ത് കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ കയറും. അതൊരു ക്രെഡിറ്റ് അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അഹാനേക്കാളും എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടി എന്ന് പറയുമ്പോൾ അഹാന അവിടെ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അഹാന ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ ആലോചിച്ച് നോക്ക്, ഇതിന്റെ ഇരട്ടി ആൾക്കാർ കയറുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എനിക്കറിയാം ഇതിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഈ എന്താണ് രണാസുനയുടെ പിന്നെ സബ്സ്ക്രിപ്ഷൻ അകത്ത് വരുന്ന കണ്ടന്റുകൾ ഒരിക്കലും നമുക്ക് യൂട്യൂബിലൊന്നും ഇടാൻ പറ്റാത്ത ഒരു കണ്ടന്റുകളായിരിക്കും. അത് പോൺ സൈറ്റുകളിൽ ചെന്ന് തപ്പിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. താമസിക്കാതെ, വളരെ വിദൂരമല്ല,
ഈ പറയുന്ന കണ്ടന്റുകൾ പോൺ സൈറ്റുകൾ വളരെ സുലഭമായി കിട്ടുകയും ആൾക്കാർ പോൺ സൈറ്റിൽ പോയി കാണുന്ന ഒരു ഗതി. കാരണം ഇവിടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഏജ് റെസ്ട്രിക്ഷൻ വരും, 18+ ആണ് സാധനങ്ങൾ മൊത്തം. അതുമല്ല, താമസിക്കാതെ ഒരു അഡൾട്ട്സ് വെബ് സീരീസിൽ ഉറപ്പായിട്ടും ഒരു 99.9% തല കാണി. ഞാൻ പെട്ടെന്ന് രണാസുനിയെ നമുക്ക് പെട്ടെന്ന് ഓർക്കുന്നത് മറ്റേ ഖദീജ എന്ന് പറയുന്ന ഒരു തിയേറ്ററിയോ, പണ്ട് ഞാൻ ഖദീജക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എനിക്കെതിരെ. അതായത് മറ്റാരുമല്ല, നമ്മളൊരു മറ്റേ ഇതിന്റെ ബെസ്മ സീരീസിൽ അഭിനയിച്ച ഖദീജ. ആദ്യം വലിയ ന്യായമായിരുന്നു, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ നിർബന്ധിച്ചെടുപ്പിച്ചു, മറ്റതാണ് മറിച്ചതാണ്, പിന്നെ എന്നെ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് മറ്റേ സീരീസ് ഏപ്പടമാണ് ഷൂട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ന്യായം, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ നമ്മുടെ അവിടെ മറുനാടനിൽ വരെ ചെന്ന് മറുനാടനെ വരെ പറ്റിച്ചൊക്കെ ചെയ്ത് 1-2 മാസമായപ്പോഴേക്കും അത് നൂൽബന്ധമില്ലാത്ത സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് പോകുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇന്നത്തെ ആ ഒരു അവരുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകും അതിലേക്ക് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഏത് രീതിയിലും എന്നെ നാലാളിപ്പാണ് അറിയുന്നുണ്ട്, ആ ഒരു പ്രശസ്തി മാറും മുമ്പേ, ആ ഒരു റീച്ച് പോകും മുമ്പേ തുണി അവക്കുക, ക്യാഷ് ഉണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് എടുക്കണം ശേഷം.